Hello friends, welcome to the channel. Now we will unboxing. Unboxing smartwatch best smartwatch under 10,000. Amazefit watch. I actually recommend a smartwatch. Amazefit and the firebolt and local Indian brand tiny local Indian making the boat to noise noise firebolt and 8 firebolt tiny local Chinese തീരെ റെക്കമെൻഡ് അല്ല അത് സ്മാർട്ട് വാച്ച് പേര് മാത്രമുള്ള സ്മാർട്ട് വാച്ചിന്റെ അയിലകത്ത് പോലെ എത്താത്ത സാധനമാണ് ഇതൊക്കെ. അപ്പോൾ അതൊന്നും വാങ്ങിക്കരുത്. മിനിമം ഇപ്പം നിങ്ങൾക്ക് 3500-4000 റേഞ്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് Amazfit എപ്പോഴും കിട്ടും. Amazfitന്റെ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ Amazfit നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു ചൈനീസ് ബ്രാൻഡാണ്. നമുക്ക് ഷയോമി അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ Amazfit. ഇപ്പോൾ സ്മാർട്ട് വാച്ച് ബെഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ഒരു കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ വെച്ചാൽ ഇവരുടെ സെൻസേഴ്സ് ഒക്കെ കിഡിലൻ സെൻസേഴ്സ് ആണ്. അപ്പോൾ ട്രാക്കിംഗ് ഒക്കെ വരെ എന്താ പറയുക 99.98% ഒക്കെ ആക്യുറസി കിട്ടുന്ന ഞാൻ ഇപ്പോൾ കമ്പയർ എൻ്റെ ആപ്പിൾ വാച്ച് കൊണ്ട് ഞാൻ ആക്ച്വലി Amazfitന്റെ TRX 2 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെയും ആക്യുറസി അതായത് നമ്മുടെ ട്രാക്കിംഗ് നമ്മളിപ്പോൾ എക്സസൈസ് ആയിക്കോട്ടെ സ്ലീപ്പ് ട്രാക്കിംഗ് ആയിക്കോട്ടെ ആക്യുറസി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അടുത്തായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ ഇത് മെജോറിറ്റി ടൈം ഇതൊക്കെ തരുന്നത് ഇതിന് ഭയങ്കര ബാക്കപ്പ് കിട്ടും. ബാറ്ററി ബാക്കപ്പ് ഭയങ്കര കൂടുതലാണ്. മിനിമം 7 ദിവസമൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും. അപ്പോൾ സ്ലീപ്പിംഗ് ട്രാക്കിംഗ് ഒക്കെ ബെസ്റ്റ് ഇതാണ് വാച്ച്. നമ്മൾ എല്ലാ ദിവസവും ചാർജ് ചെയ്ത് നിൽക്കണ്ടേ. അത് സെയിം പ്രശ്നം തന്നെ സാംസങ് വാച്ചിനുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ വൈഫിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്താണ്. നമ്മുടെ Amazfitന്റെ പുതിയൊരു മോഡലായിരുന്നു Zepp എന്ന് പറഞ്ഞ Zepp E. ഇതിന് നമുക്ക് എന്താ പറയാ ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പും ഉണ്ട് റൗണ്ട് ടൈപ്പും ഉണ്ട്. സ്ക്വയർ ടൈപ്പ് എടുത്തെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഉപയോഗിക്കുന്നതിനാണ് നമ്മുടെ സാംസങ് വാച്ചായിരുന്നു സാംസങ് 4. അത് ഡിസ്പ്ലേക്ക് കുറെ കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മൾ വേറെ പുതിയൊരു ഗിഫ്റ്റ് കൊടുത്താറുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഗ്രേ മോഡലാണ് ഇതാണ് ആക്ച്വലി നമ്മൾ ഉപയോഗിച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വാച്ച് വരുന്നത്. നല്ല ഒരു സ്ലിം വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. മെറ്റാലിക് ബിൽഡാണ് വരുന്നത്. നമുക്ക് ബാക്കും സംഭവമൊക്കെ മെറ്റാലിക് ആണ് കണ്ടു. ഇതിന്റെ Zepp എന്ന് പറഞ്ഞ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി സൂപ്പറാണ്. അത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. Zepp എന്ന് പറഞ്ഞൊരു ആപ്പ് തന്നെ ഇവർ ഉപയോഗിക്കുന്നത്. നമുക്ക് iOS-ൽ ഉപയോഗിക്കാം, ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ iOS-ൽ ഐഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കുന്നത് 12,999 അപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് ആദ്യം ഇറക്കിയ സമയത്ത് ഒരു ബ്ലാക്ക് ബോക്സ് ആയിരുന്നു. അപ്പോൾ അത് വൈറ്റ് ബോക്സ് മാറ്റിയിട്ടുണ്ട്. അത് കളർ അനുസരിച്ച് മാറുന്നുണ്ട്. ബ്ലാക്ക് കളറാണോ നിങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് ആണ് കിട്ടുക. അതിനനുസരിച്ച് ചെറിയൊരു ബോക്സിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിലായിട്ട് എൻ്റെ നിങ്ങൾക്ക് പടം കാണുന്നതായിരിക്കും. മുകളിൽ ഒരു ജസ്റ്റ് ഒരു ഹാൻഡിൽ ഹോൾ സംഭവം ഉണ്ട്. സൈഡിലും സംഭവങ്ങളും വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ MRP ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് കാണിച്ചുതരാം. അപ്പോൾ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിരിക്കും. 12,999. പിന്നെ അതിൻ്റെ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ വൈറ്റിലായതുകൊണ്ട് കുറച്ച് കാണാൻ കുറച്ച് പാടാണ്. പിന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കപ്പ് ഒക്കെ ഉള്ളതാണ്. ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബോക്സ് ഒരു ബ്ലാക്ക് ബോക്സ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വാച്ച് സംഭവങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിലാണ് നമുക്ക് വാച്ച്. ഇവിടെ തന്നെ നമുക്ക് വാച്ച് ഇനീഷ്യലായിട്ട് വരിക. അതിനുള്ളിൽ നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ ബാൻഡ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ പേപ്പർ വർക്കും സംഭവങ്ങളൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ചാർജിങ് കേബിൾ ഉണ്ടായിരിക്കും. അത് മാഗ്നറ്റിക് ആണ് കേട്ടോ. വയർലെസ് ചാർജിങ് സംഭവം ഒന്നുമല്ല. ഇതിൽ നമുക്കൊരു എക്സ്ട്രാ എന്താ പറയാ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ബോക്സാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു എക്സ്ട്രാ ബാൻഡ് ഉണ്ട് കേട്ടോ. ഇതിന് ലാർജ് ബാൻഡാണ്. ഇത് കുറെ പേർക്ക് സംശയം വെച്ചിട്ടുണ്ട് പറഞ്ഞതെന്നാണ് വെച്ചാൽ നമ്മൾ നോർമലി നമ്മളൊരു വാച്ചിന്റെ സൈസ് കൂട്ടണമെങ്കിൽ നമ്മൾ ഈ ഭാഗം മാറ്റില്ല. നമ്മൾ ആകെ ഇത് മാത്രമേ മാറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് വന്നിങ്ങനെ. അപ്പോൾ ഇതിന്റെ സൈസ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇത് പറഞ്ഞാൽ ബിഗ് ആണ് കണ്ടോ. അപ്പോൾ ഗേൾസിനൊക്കെ ആണെങ്കിൽ ഇതന്നെ മതി. ഇൻബിൽഡായിട്ട് വരുന്ന തന്നെ മതി. ഇപ്പോൾ ബോയ്സിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ലെങ്ത് കൂടുതലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് പിന്നെ ഒരു എന്താ പറയുക നമ്മുടെ കാസിയോന്റെ പേര് കിട്ടുന്നില്ലല്ലോ
ഫേമസ് ആണ്. ഇതിൻ്റെ ഓൾമോസ്റ്റ് അതേ ഡിസൈൻ തന്നെയാണ് 𝐺-ഷോക്കിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം 𝐺-ഷോക്ക് വാങ്ങിക്കാൻ നോക്കിയിട്ട് പിന്നെ സ്മാർട്ട് വാച്ചിലേക്ക് തന്നെ പോയതാണ്. അപ്പോൾ അതേ ഡിസൈനിൽ സെയിം സാധനം സെയിം ഫീച്ചറൊക്കെ ആയിട്ട് നമുക്ക് ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതും മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റ് സംഭവമൊക്കെയാണ് നമ്മുടെ ഈ 𝑇RX എന്ന് പറയുന്നത് Amazfitൻ്റെ ഏകദേശം നമ്മുടെ 𝐺-ഷോക്ക് പോലെ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത്. നമ്മൾ നോർമൽ വാച്ച് ഉപയോഗിക്കുന്നത് നിർത്തിയാണ്. ഫോഴ്സിലും കാസിയോ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാം വിറ്റു. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന് മുമ്പ് ഉപയോഗിക്കുന്നത് സാംസങ് ആയിരുന്നു. പിന്നെ ഞാൻ ഐഫോണിലേക്ക് മാറിയ ശേഷം പിന്നെ ആപ്പിൾ വാച്ച് ആയിരുന്നു. അതിനുശേഷം ഞാൻ വേറെ ഒന്നും വാങ്ങിച്ചായിരുന്നു. നമ്മൾ ആപ്പിളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാച്ച് വേണമല്ലോ എക്സ്ട്രാ, എന്ന് വെച്ചാൽ അതിന് ബാറ്ററി ബാക്കപ്പ് ഭയങ്കര ഇഷ്യൂ, 1 ദിവസമൊക്കെ നിൽക്കുള്ളൂ ആപ്പിൾ വാച്ചിൽ. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഏത് നേരം ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചിലപ്പോൾ 10 ദിവസത്തിനുള്ളിൽ 1 വർഷമൊക്കെ ചാർജ് ചെയ്യണോ, 10 ദിവസമല്ല അതിന് മുകളിൽ കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ ഇതിൽ കോള് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം കിടലാണ്, ഒരു രക്ഷയില്ലാത്ത ട്രാക്കിംഗ് ആണ് ഇതിൻ്റെ, പറയാണ്ടിരിക്കാൻ വയ്യ. സെയിം ഗോസ് ഫോർ ദിസ് ഓൾസോ കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ സെൻസേഴ്സൊക്കെ കിടലാണ് സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു എക്സ്ട്രാ വാല്യൂ വരുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, മെഡിസിന് പഠിക്കുന്ന ഒരു ബുക്ക് പോലെയൊക്കെയാണ്, ഒരു വലിയൊരു ബുക്ക് എല്ലാ ഭാഷയിലും ഉണ്ട് ഇതിൽ. ഇങ്ങനത്തെ ഒരു യൂസർ ഗൈഡ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ 2 സാധനമാണ് നമുക്ക് ഇവരുടെ ബോക്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് തിരിച്ചയക്കാൻ നോക്കിയാൽ ഇത്ര ഉള്ളൂ ബോക്സിൽ, വേറെ ഒന്നും ഇല്ല ബോക്സിൽ. പിന്നെ ഇതിൻ്റെ ആപ്പ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ഈ സാധനമൊക്കെ എടുത്ത സമയത്തൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എവിടെ അത് എൻ്റെ ഫോണിലൂടെ പോയി ഞാൻ ഫോണിൽ ഞാൻ കാണിച്ച ആപ്പ്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കണ്ടായി കിട്ടും, അത് ഓട്ടോമാറ്റിക് കണ്ടായിക്കോളും. ബ്ലൂടൂത്ത് കണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കണ്ടായിക്കോളും. ഇതാണ് Zepp എന്ന് പറഞ്ഞ ആപ്പ് കണ്ടു. ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക് കണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയുള്ളൂ. അപ്പോൾ അതിൽ സ്റ്റെപ്സ് സംഭവങ്ങളൊക്കെ വരും, നമ്മുടെ സ്ലീപ്പ് ട്രാക്കിങ് സംഭവങ്ങളൊക്കെ വരാനുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നൽകിയാതുണ്ട്. എന്നാലും ഞാൻ ഒരു മിഡ് നൈറ്റിന് ശേഷം ഞാൻ ഇതെടുത്ത് കിട്ടിയത്, അതുകൊണ്ടാണ് 5 hour കളിക്കുന്നത്. അതിൽ നമുക്ക് സ്ലീപ്പ് ടൈം കുറച്ചുകൂടി കൂട്ടാറുണ്ട്. അപ്പോൾ സ്ലീപ്പ് ട്രാക്കിങ്ങും ഹാർട്ട് റേറ്റ് ട്രാക്കിങ്ങും ഒക്കെ ഇതിൻ്റെ കിടിലെന്നാണ് പറയാം. പിന്നെ നമുക്ക് PII മെഷർമെൻ്റ് ഉണ്ട്. പിന്നെ പോട്ടെ ഈ സെയിം തന്നെയാണ് നമ്മുടെ ഇതിനും, വ്യത്യാസമൊന്നുമില്ല. ഇതിലൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ വോളിൽ നമുക്ക് കണ്ടായി കഴിഞ്ഞാൽ വാച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ സംഭവങ്ങളും കൂടെ കാണിക്കും. നമുക്ക് വാച്ച് ഫേസസ് ഒക്കെ ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ഉണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ ഒന്നല്ല, പണ്ട് ഭയങ്കര കുറവായിരുന്നു Amazfitനൊക്കെ. ഇപ്പോൾ ഇഷ്ടം പോലെ വാച്ച് ഫേസസ് ആണ്. ഞാനിപ്പോൾ ഇത് പുതിയതായിട്ട് ഇട്ടേക്കുന്ന ഒരു വാച്ച് ഫേസാണ് ഞാൻ കാണിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാച്ച് ഫേസാണ്. കണ്ടോ, കിടിലൻ വാച്ച് ഫേസാണ്. ഇതിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതേ ഫീച്ചർ തന്നെയാണ് എന്തായാലും പുതിയ വാച്ചിന് കാണിച്ചു തരാം. അതിൽ കുറച്ച് സ്ക്രീൻ ചെറുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ വാച്ച് ഫേസ് വരട്ടതാ. മുകളിൽ നിന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ഉണ്ട്, ഭയങ്കര സ്മൂത്ത സാധനം, ഒരു രക്ഷയില്ലാത്ത സ്മൂത്താണ്. അതാ ഇത് നമുക്ക് ഒരു ബട്ടണുള്ളൂ, ഇവിടെ നമുക്കൊരു ബട്ടൺ മാത്രമേ ഉള്ളൂ. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ബാക്കിലേക്കും പോകാം, നമുക്ക് മെനുവിലേക്കും പോകാം. മെനു ഒക്കെ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ അതുപോലെ തന്നെ ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ ഓരോ മാസത്തിൽ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ വെതർ ഫിനിഷിങ്, നമുക്ക് മ്യൂസിക് ഇൻബിൽഡ് വേണം സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വർക്കൗട്ട്, SpO2, ഹാർട്ട് റേറ്റ്, സ്ട്രെസ് മോണിറ്ററിംഗ് ഉണ്ട്. സ്ട്രെസ് മോണിറ്ററിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഞാൻ ഉപയോഗിക്കാറുണ്ട്, എൻ്റെ മറ്റേ ഫോണിൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ Amazfitലേക്ക് തന്നെ പിന്നെയും പോയത് ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ആണ് സാംസങ് ആണ്. അപ്പോൾ സാംസങ്ങിൻ്റെ മെയിൻ ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സാംസങ്ങിൻ്റെ Galaxy 4 ആണ് എത്ര കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി. അതിന് പിന്നെ അതിന് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കപ്പ് തീരെ കിട്ടുന്നില്ല. ഏത് നേരം ചാർജ് ചെയ്യാൻ നിൽക്കണ്ടേ, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ചാർജ് ചെയ്യണം. അതിനെ അത്യാവശ്യം നല്ല സ്ലോ ചാർജിങ് എന്നാണ് വേണമെങ്കിൽ പറയാം. ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇല്ല നമ്മുടെ ഫാനിൻ്റെ പോലെ. അപ്പോൾ ഫാനിൻ്റെ പോലെ എന്താ പറയുക, ഫോണിൻ്റെ പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും Amazfitലേക്ക് തന്നെ മാറ്റി. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ആൻഡ്രോയിഡിലായിക്കോട്ടെ, എന്താ പറയുക, iOS-ലായിക്കോട്ടെ, നല്ല സ്മാർട്ട് വാച്ച് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. എല്ലാം അങ്ങനത്തെ ലുഡാക്ക്, എന്താ പറയുക, വാച്ചിൻ്റെ ലുക്കുള്ള സാധനം മാത്രമേ ഉള്ളൂ. അതൊക്കെ സ്മാർട്ട് ബാൻഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ലോക്കൽ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. 3000 താഴെയൊക്കെ കുറേ എണ്ണം തനി. ഇപ്പം നിങ്ങൾക്ക് അറിയാം ഫയർബോൾട്ടിൻ്റെ ഒക്കെ, നമ്മുടെ ആപ്പിളിൻ്റെ വാച്ചിൻ്റെ അൾട്രാൻ്റെ സെയിം ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചൈനീസ് സാധനങ്ങൾ. നമുക്ക് പണ്ട് കുറേ പേര് ആപ്പിൾ വാച്ച് അൾട്രാ വേണ്ടി 1000 രൂപ കിട്ടുന്നുണ്ട് കുറേ വീഡിയോ ഉണ്ടെന്ന് കണ്ടിട്ടില്ല. ആ സെയിം സാധനങ്ങൾ തന്നെ ഇവർ റീബ്രാൻഡ് നടക്കുന്ന ചെറിയൊരു ട്വീറ്റും നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ വെച്ചിട്ട്. എന്ന് വെച്ചാൽ അത്രക്കൽ ലോക്കൽ കൂടുതൽ സാധനമാണ്. ഈ ഫയർ ബോൾട്ട് ഒന്നും വാങ്ങിക്കരുത്. അതിനായിട്ട് നിങ്ങൾ ബോട്ട് വാങ്ങിയിരിക്കും പിന്നെ നല്ലത്. ഇത് ബോട്ട് ഇതുപോലെ തന്നെയാണ് തുടങ്ങിയത്, അത് വേറെ കാര്യം. പിന്നെ ഇപ്പം അത്യാവശ്യം ഒരു വലുതായപ്പോൾ നല്ല ലാഭമാണല്ലോ, ഒരു പണിയില്ല. ഫുള്ള് സാധനങ്ങൾ പുറത്തേക്ക് വന്നിട്ട് റിസർച്ച് സംഭവമൊന്നും ഇല്ലേ, എല്ലാം ഭയങ്കര ലാഭമാണ്. സാധനം വാങ്ങിക്കുക 1000 രൂപയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കും, 2000 രൂപയ്ക്ക് ഇവിടെ നിന്ന് വിൽക്കും. പണ്ടാറ ലാഭമല്ലേ.
അങ്ങനെ ബോട്ട് ഭയങ്കര വലുതായി. ഇപ്പോൾ അവർ ചെറുതായിട്ടൊക്കെ ഒരു 5-10% ചെറിയ സ്മാർട്ട് വാച്ചുകളൊക്കെ അവർ ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഇപ്പോൾ റിപ്പയർഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3000 രൂപയുടെ താഴെയൊക്കെ ഒരു വാച്ച് കാണുന്നുണ്ടെങ്കിൽ ബോട്ട് ആയിരിക്കും പിന്നെയും നല്ലത്. ബോട്ട് നോയ്സും പിന്നെ വലിയ കുഴപ്പമില്ല. ഫയർ ബോട്ടൊന്നും ഏരിയയ്ക്ക് പോകരുത്. അതുപോലെ തന്നെ നല്ല കൂതറ സർവീസാണ് ഫയർ ബോട്ടിൻ്റെ, അത് വേറെ കാര്യം. അപ്പോൾ സർവീസിന് കാര്യം വന്നിട്ടുള്ളതാണ്. Amazfitന്റെ സർവീസ് സെന്റേഴ്സ് ഒക്കെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. പക്ഷെ അവരുടെ നമുക്കിപ്പോൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസ് ആയിട്ട് നമുക്ക് 1 ഡേയ്സിനുള്ളിൽ തന്നെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഫ്ലിപ്കാർട്ട് റെക്കമെൻഡ് ചെയ്യില്ല, ഓൾറെഡി എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 മോഡൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് സ്ക്വയർ മോഡലും ഉണ്ട്, റൗണ്ട് മോഡലും ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങിക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക്, ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് നമുക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് വഴി വാങ്ങിക്കാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. ഞാൻ നോർമൽ അൺബോക്സിംഗ് വീഡിയോ വേണ്ട വെച്ചിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളത് ഇഷ്ടംപോലെ നമ്മൾ കുറേ വീഡിയോയിൽ കണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു ഓവറോൾ ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് Amazfit. ഞാൻ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എൻ്റെ ബ്രദർ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് Amazfitൻ്റെ. ഇതിൻ്റെ 𝑇RXന്റെ 1 മോഡലാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒരു കംപ്ലൈൻറ്റ് പോലും, ഒരു കുഴപ്പമില്ല കേട്ടോ. ബാക്കപ്പിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല. അതിൻ്റെ അതുപോലെ തന്നെ അവരുടെ സ്ട്രാപ്പൊക്കെ ഇതെല്ലാം ക്വാളിറ്റി സാധനം തന്നെയാണ്. ഒരു രക്ഷയിൽ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഈ സാധനം എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വെലുത്തുകൊണ്ടിട്ടുണ്ട്. ഒരു സ്ക്രാച്ച് പോലും വന്നില്ല. അമ്മാരി നിങ്ങൾക്ക് അതായിരിക്കും ഇതിന് 𝐵LTLate സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലെ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.